ഹായ്, വെൽക്കം ബാക്ക് ടു vahisrecipe. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കണ്ടല്ലോ മാംഗോ. അപ്പോൾ മാംഗോ കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീം ഒന്ന് നമുക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്ത് വിപ്പ് ചെയ്തെടുക്കാം. ഈ വിപ്പ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണിത്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഇത് നമുക്ക് ക്ലിം ഫിലിം ഇട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി 1½ കപ്പ് മാംഗോ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തതാണിത്. നല്ല മധുരമുള്ള മാംഗോ തന്നെ എടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. ഞാൻ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ക്രീമി ടെക്സ്ചറിൻ്റെ ആവശ്യമില്ല. ചെറിയ ചെറിയ പീസസൊക്കെ അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മാംഗോ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തതാണിത്. അതിലേക്ക് 1 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കും 1 കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. 1/2 കപ്പ് മീൻസ് അതിൻ്റെ ആ ടിന്നിൻ്റെ പകുതി. ഇതും കൂടെ ആഡ് ചെയ്ത് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണിത്. ഇങ്ങനെ പുഡിങ്ങിനുള്ള എല്ലാം റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യലാണ് പണി. അതിനുവേണ്ടി ഞാനിവിടെ 9 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോസിലേക്ക് ഡിപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസസും നമ്മൾ ആ സോസിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ പീസ് ചില സമയം കൂടുകയോ കുറയോ ചെയ്യും. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ 9 പീസാണ് വേണ്ടത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ മിക്സ്ചർ ഇതിൻ്റെ മേലെ ലെയർ ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായി തന്നെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലെയറും കൂടി ഇതുപോലെ സോസിൽ ഡിപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 3 അവർ മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നിങ്ങൾ സേവ് ചെയ്യാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് തണുത്തതിന് ശേഷം.
ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസും പിന്നെ ബദാമും പിസ്താച്ചിയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തതാണിത്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് യമ്മി മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇതുണ്ടാക്കാൻ? നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.